നമസ്കാരം എവരിവൺ, സുഖമല്ലേ എല്ലാവർക്കും? നമ്മൾ ഫാസ്റ്റ് ഫുഡിൽ പോകാത്ത ആരാളെ അല്ലേ? കൂടെ അല്ലെങ്കിലും വൺസ് ഇൻ എ വൈൽ നമ്മളെല്ലാവരും പോകാറില്ലേ? അപ്പം എനിക്ക് അതിൽ ഇഷ്ടമുള്ളതാണ് KFC. അപ്പം ഞാൻ KFC പോകുമ്പോൾ ഈ വലിയ ബക്കറ്റൊക്കെയാണ് വാങ്ങുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്നത് KFC സ്റ്റൈൽ ഡബിൾ ഫ്രൈഡ് ചിക്കൻ ആണ് കേട്ടോ. അപ്പം നമുക്കൊക്കെ ഇഷ്ടമുള്ള പോലെ ഇച്ചിരി എരിവില്ല, ഇച്ചിരി മുളക് പൊടിയൊക്കെ ഇട്ട്, എന്നാൽ ഒത്തിരി എരിവില്ല കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു വേർഷനാണ് ഇത്. പ്രത്യേകിച്ച് ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. കാരണം അവരല്ലേ നമ്മുടെ അടുത്ത് എപ്പോഴും KFC പോവാ അല്ലെങ്കിൽ ചിക്കൻ കഴിക്കാൻ പോവാ എന്നൊക്കെ പറയുന്നത്. അപ്പം ഇത് അവർക്ക് വേണ്ടിയാണ്. നല്ല ജ്യൂസിയും നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഒരു വേർഷനാണ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പം നമുക്ക് ആദ്യം ആവശ്യമുള്ള സ്പൈസസ് എല്ലാം പ്രിപ്പയർ ചെയ്യാം. നമുക്ക് ഇച്ചിരി കൂടുതൽ തന്നെ എടുക്കാം, കാരണം ഓരോ സ്റ്റെപ്പിലും അപ്പം നമുക്ക് ഇച്ചിരി ഇട്ട് കൊടുക്കാം സ്പൈസസ്. ഓക്കെ, ആദ്യം ഞാൻ അപ്പം എടുക്കുന്നത് പാപ്രിക്ക പൗഡറാണ്. ഇപ്പോൾ ഒരു 2 to 3 ടീസ്പൂൺസ്. ഗാർലിക് പൗഡർ ഒരു 1 ടീസ്പൂൺ. പെപ്പർ ഒരു 1 ടീസ്പൂൺ എടുക്കാം. ചില്ലി പൗഡർ നമുക്കൊരു 2 ടീസ്പൂൺസ് എടുക്കാം കേട്ടോ. ഷുഗർ ഒരു ടീസ്പൂൺ. ഇനി ഒരു ഇച്ചിരി കറി പൗഡർ, ഇച്ചിരി ഒരു 1/2 ടീസ്പൂൺ. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. ഉപ്പിടാൻ മറന്നു കേട്ടോ. അപ്പോൾ ഇച്ചിരി ഉപ്പിടുക ആവശ്യത്തിന്. എല്ലാം ആയി. ഇനി എന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എടുക്കാം. ഞാൻ ഇവിടെ ഒരു 3 ചിക്കൻ ലെഗ്സാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ വലുതായിട്ട് പീസായിട്ട് കട്ട് ചെയ്ത്. സോ ആ ഡ്രംസിൻ്റെ അവിടെ ഞാൻ ഇതുപോലെ ചെറിയ സ്ലിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് കുക്ക്ഡ് ആവും, അതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് ആ സ്കിന്നൊക്കെ നന്നായിട്ട് ഇതുപോലെ കീപ്പ് ചെയ്യണം. നമുക്ക് 1 ടീസ്പൂൺ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്പൈസസ് ഇടാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സോ മിക്സ് ചെയ്ത് ആവശ്യമുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണും കൂടെ നമുക്ക് സ്പൈസ് ഇടാം കേട്ടോ. ഇവിടെ ഞാനൊരു 1/2 ഇടാം കേട്ടോ. 1/2 ഇടാം. അപ്പോൾ ഇച്ചിരി കൂടെ എല്ലാം കൂടെ പിടിക്കും. ഇനി ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊരു 1/2 hour ഫ്രിഡ്ജിലേക്ക് വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. ഇനി ഇതിൽ ഒരു ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ്, പിന്നെ ഇച്ചിരി പാൽ ഒഴിച്ചു കൊടുക്കാം. ആക്ച്വലി ബട്ടർ മിൽക്ക് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ബട്ടർ മിൽക്ക് ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇച്ചിരി യോഗർട്ടും ആണെങ്കിലും ഇടാം. എന്നിട്ട് ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഫോയിലിട്ട് കവർ ചെയ്ത് ഒന്നും കൂടെ ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഒരു 2 to 3 hours കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഓൾ പർപ്പസ് ഫ്ലവർ ആണ്. ഇച്ചിരി കൂടുതൽ എണ്ണ എടുക്കുക കേട്ടോ. അതിനകത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആ സ്പൈസസ് ഉണ്ടല്ലോ, അതൊരു 2 ടീസ്പൂൺ ഇടുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് ചിക്കൻസ് എടുക്കാം. എന്നിട്ട് ഒന്നൊന്നായിട്ട് നമുക്ക് ഈ ഫ്ലവറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷേ ഇപ്പം ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പീസും ഇതുപോലെ നന്നായിട്ട് കോട്ട് ചെയ്യാനായിട്ട് എല്ലാ സൈഡിലും തിരിച്ച്, പക്ഷെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. എല്ലാ സൈഡിൽ നിന്നും നന്നായിട്ട് പ്രസ് ചെയ്യണം. അപ്പോൾ ഈ ഫ്ലവർ എല്ലായിടും ആവത്തക്ക രീതിയിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് നമുക്ക് ഇതുപോലെ സൈഡിലൊന്ന് തട്ടി ടാപ്പ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പം ഇനി നമുക്ക് ഓരോ പീസായിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് പ്രസ് ചെയ്ത് ഇതുപോലെ ഫ്ലവർ എടുത്ത് നന്നായിട്ട് കുലുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലായിടും ഒരേപോലെ ആവും. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ്. ഈ സ്റ്റെപ്പിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് ആ സ്കിന്നൊക്കെ കറക്റ്റ് ആ പൊസിഷനിലിരിക്കുക, എല്ലായിടും മാറിപ്പോവാതെ സ്കിന്നൊക്കെ നന്നായിട്ട് വച്ച് നമുക്ക് എല്ലാ പീസും ഇതുപോലെ പ്രിപ്പയർ ചെയ്യാം. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസസ് ഇതുപോലെ തണുത്ത വെള്ളത്തിൽ മുക്കി നമ്മൾ വീണ്ടും ആ ഫ്ലവറിൽ തന്നെ ഇടും. പക്ഷേ നിങ്ങൾക്ക് ഇച്ചിരി സ്പൈസി ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ സ്റ്റെപ്പിൽ ആ വെള്ളത്തിൽ മുക്കി എടുക്കുമ്പോൾ തന്നെ
ഇച്ചിരിയും കൂടെ നമ്മുടെ സ്പൈസസ് അതിൻ്റെ മണ്ടയിൽ വിതറി കൊടുക്കാം. എന്നിട്ട് ഇടാം. അപ്പം ഈ വെള്ളത്തിൽ മുക്കിയിട്ട് ഇതുപോലെ ഫ്ലവറിനകത്ത് ഇടുമ്പം സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ചെറുതായിട്ട് എല്ലാ സൈഡിൽ നിന്നും കോട്ട് ചെയ്യാനായിട്ട് മാത്രം നോക്കുക. അല്പം പോലും പ്രഷർ കൊടുക്കാതെ ജസ്റ്റ് കോട്ട് ചെയ്തെടുക്കുക. നെക്കൊന്നും ചെയ്യരുത്. എന്നിട്ട് ഇതുപോലെ സൈഡിൽ വല്ലതും ടാപ്പ് ചെയ്ത് മാറ്റി വെക്കുക. അപ്പം മറക്കണ്ട, ഇച്ചിരി കൂടെ സ്പൈസി ആയിട്ട് വേണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിൽ ആ വെള്ളത്തിൽ മുക്കി എടുക്കുമ്പോൾ തന്നെ നമ്മുടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല ഇച്ചിരി മണ്ടേ ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ അങ്ങനെ ചെയ്ത് നോക്കും. പക്ഷേ ഇപ്പം നമ്മളിത് വലിയ സ്പൈസി ആയിട്ടല്ല ചെയ്യുന്നത് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പം എല്ലാ പീസസും രണ്ടാമത്തെ സ്റ്റെപ്പിലും നമ്മൾ കോട്ട് ചെയ്തു. ഇനി എൻ്റെ ഒരു സീക്രട്ട് ടിപ്പാണ്, ഓയിൽ നല്ല ചൂടാവുമ്പം നമുക്ക് അതിലൊരു ഉള്ളി ഇട്ട് കൊടുക്കാം. സോ അപ്പോൾ ഈ ഒരു ഉള്ളി അതിലെ ഫ്ലേവേഴ്സൊക്കെ നന്നായിട്ട് പുറത്ത് വരുന്ന വരെ അതിൽ ഫ്രൈ ചെയ്യുക. സോ ഒരു ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആയി വരുമ്പം നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ആ ഓയിലിൽ നന്നായിട്ട് ഉള്ളിയുടെ ഫ്ലേവേഴ്സ് എല്ലാം വരും. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് തന്നെ ഓയിലും നല്ലൊരു ടെമ്പറേച്ചറിലായി വന്നു. അപ്പോൾ അത് പേടിക്കണ്ട. ഇനി ഓരോ പീസസ് ആയിട്ട് നമുക്ക് ഇടാം. ഓവർ ക്രൗഡഡ് ആയിട്ട് വരാതെ നോക്കുക. അങ്ങനെയാണെങ്കിൽ 1-2 ബാച്ചസിലായിട്ട് ചെയ്യണം കേട്ടോ. ഒത്തിരി പീസസ് ഒരു ഇതിലിടരുത്. എന്നിട്ട് ഇട്ട് കഴിഞ്ഞ് വെയിറ്റ് ചെയ്യണം. ഒരു മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടേ തിരിച്ചിടാവൂ. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ടൊന്ന് ക്രിസ്പി ആവുന്ന വരെ. എന്നിട്ട് തിരിച്ചിടുന്ന ഒരു മിനിറ്റ് കഴിഞ്ഞ് ഇതുപോലെ തിരിച്ചിടുമ്പോൾ നമ്മൾ തീ ഒന്ന് കുറച്ച് കൊടുക്കണം. എന്നിട്ട് ഇൻ ടോട്ടൽ നമുക്കൊരു 14 മിനിറ്റ്സാണ് കുക്ക് ചെയ്യേണ്ടത്. ഒരു 9 മിനിറ്റ്സ് കഴിയുമ്പം നമുക്ക് പുറത്തെടുക്കാം. അതിനിടയ്ക്ക് 1-2 തവണയൊക്കെ തിരിച്ച് എല്ലാ സൈഡിൽ നന്നായിട്ട് തിരിച്ചിടുക. എന്നിട്ട് ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ എടുത്തു. ഇനി അടുത്ത് ഡബിൾ ഫ്രൈ ആണ്. അതുകൊണ്ട് തണക്കുമ്പം ഒന്നും കൂടെ എല്ലാ പീസസും എണ്ണയിൽ ഒന്നും കൂടെ ഇടണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചെയ്യുമ്പം ഒരു മീഡിയം ഹീറ്റിൽ എല്ലാ സൈഡും നല്ല ബ്രൗൺ ആവുന്ന വരെ ഫ്രൈ ചെയ്യുക. ഒരു 4 to 5 മിനിറ്റ്സ് നന്നായിട്ട് ഫ്രൈ ആവട്ട്. ഒത്തിരി ബ്രൗൺ ആവാതെ സൂക്ഷിക്കുക. ഇതിനിടയ്ക്ക് നമുക്ക് നമ്മുടെ ഡിപ്പ് റെഡിയാക്കാം. സോ അതിന് ഞാനിവിടെ എടുക്കുന്നത് മയോനൈസ്. ഇതുപോലെ ആവശ്യത്തിന് എടുക്കുക. ഇച്ചിരി നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് എടുക്കുക. നോക്കിക്കേ, ഞാൻ ഇച്ചിരി കൂടുതൽ എടുക്കുക ഇവിടെ. അത് കഴിഞ്ഞ് ഹണി ഒരു 1 ടേബിൾ സ്പൂൺ ഞാൻ എടുക്കുന്നത്. പിന്നെ യോഗോട്ട് ഒരു 2 to 3 ടേബിൾ സ്പൂൺസ് എടുക്കണം. ഇനി അതിൽ ഇച്ചിരി പെപ്പർ. സോ ഹാഫ് ടീസ്പൂൺ സോറി. അത് കഴിഞ്ഞ് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ഡിപ്പ് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമായിട്ടുള്ള ഡിപ്പാണ്. സോ ഇതിനിടയ്ക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ എന്തുവായെന്ന് നോക്കണം. ഓക്കെ, ചിക്കനായി വരുന്നു. സോ കണ്ടോ, നല്ല ക്രീമി ആയിട്ട് വന്നുണ്ടോ നമ്മുടെ ഡിപ്പ്. ഓക്കെ, ഇനി ടോങ്സ് എടുത്ത് നമുക്കിങ്ങനെ ചെറുതായിട്ട് തട്ടി കൊടുത്ത് നല്ല റോക്ക് ഹാർഡായിട്ടുള്ളൊരു സൗണ്ട് വരത്തില്ലേ, അപ്പോൾ എടുക്കണം. കഴിഞ്ഞു. ആണോ, എന്ത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നു. അടിപൊളി. അപ്പം നിങ്ങൾക്ക് ഇച്ചിരിയും കൂടെ സ്പൈസി ആയിട്ട് വേണമെങ്കിൽ നമ്മൾ ഈ സെക്കൻഡ് ഡബിൾ ഫ്രൈ ചെയ്ത് എടുക്കത്തില്ലേ, പുറത്തോട്ട് എടുക്കുന്ന സമയത്ത് ഇച്ചിരിയും കൂടെ മസാല വിതറി കൊടുക്കാം കേട്ടോ. ഇത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നതിൻ്റെ സീക്രട്ടാണ് ഡബിൾ ഫ്രൈ ചെയ്യുന്നത് കേട്ടോ. ഡബിൾ ഫ്രൈ ചെയ്താലേ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ. So that's it. കഴിഞ്ഞു. So that's my version of KFC style double fried chicken. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനേ ഇപ്പം തന്നെ ട്രൈ ചെയ്ത് നോക്കുക. എത്ര നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ ഈ ഡിപ്പൊക്കെ ട്രൈ ചെയ്യണം കൂടെ. അടിപൊളി. നിങ്ങൾ so juicy. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഐ നീഡ് എ ബിയർ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം അടുത്ത വീഡിയോ വരെ ബൈ. കൊള്ളാം.